സായ്കുമാർ, സമകാലികമായ വിഷയങ്ങളിൽ മാത്രമല്ല പ്രത്യാശയുള്ള ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരണം നടത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രത്തോളം ദുഃഖമുണ്ടാക്കുന്നതാണ്? റോഷ്നി സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു വിയോഗമാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം സ്ഥാനമേറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സ്വീകരിക്കുന്നതിൽ പോലും വലിയ മാറ്റം കൊണ്ടുവന്ന ആദ്യമായി കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയും അത് തന്നെ ചരിത്രമായി മാറുകയും ചെയ്തതാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സ്വീകരിച്ച ഓരോ നിലപാടുകളിലും അത് കൃത്യമായി ലോകം ചർച്ച ചെയ്യപ്പെടുകയും അതിൽ മാറ്റത്തിൻ്റെ ഒരു കാഹളം മുഴക്കുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ നിലപാട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഒരു മാർപ്പാപ്പ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴുള്ള ഈ ശാരീരിക അവശതകളെയും അതിജീവിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടെ മടങ്ങി വരും എന്നുള്ളൊരു കാത്തിരിപ്പിലായിരുന്നു ലോകമുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ് ഇന്ന് രാവിലെ 7:30 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് എന്നാണ് ഇപ്പോൾ വത്തിക്കാനിൽ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ. ഈ അദ്ദേഹം മാർപ്പാപ്പ പദവി സ്വീകരിച്ചപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേര് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ തൻ്റെ വഴികൾ വ്യത്യസ്തമാണ്, മുൻകാലങ്ങളിലുള്ള മാർപ്പാപ്പമാർ പോലെയല്ല, തൻ്റെ വഴികൾ വ്യത്യസ്തമാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. കത്തോലിക്ക സഭയുടെ 2000-ലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന ഒരു പേര് മാർപ്പാപ്പ സ്വീകരിക്കുന്നത്. പാവങ്ങളുടെ പുണ്യവാളൻ എന്നറിയപ്പെടുന്ന അസീസയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേര് അദ്ദേഹം തിരഞ്ഞെടുത്തതിന് പിന്നിൽ പോലും വലിയ അർത്ഥതലങ്ങൾ ഉണ്ടായിട്ട്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും അത് സമ്പന്ന കുടുംബത്തിൽ പിറന്നിട്ടും പാവപ്പെട്ടവനായി ജീവിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്ത മാർപ്പാപ്പ എന്ന രീതിയിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്ത ഒരാൾ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ നിരവധി സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ ഒരാൾ കൂടിയാണ് മാർപ്പാപ്പ. തീർച്ചയായും പല കാരണങ്ങളാൽ വ്യത്യസ്തനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത്. പരിവർത്തനത്തിൻ്റെ പാപ്പ എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു മനുഷ്യജന്മമായിരുന്നു അദ്ദേഹം. കത്തോലിക്ക സഭയുടെ 266-ാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പ കൂടിയാണ്. ഈശോ സഭയിൽ നിന്നും, അതായത് ജെസ്യൂട്ട് സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിൻ്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ നിലയ്ക്കാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. മനുഷ്യ സ്നേഹത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം പലപ്പോഴായി നടത്തിയത്. സഭ മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പല വിഷയങ്ങളിലും പ്രതികരിച്ചിരുന്ന മാർപ്പാപ്പയായിരുന്നു എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള താപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിലപാടുകൾ ലോകത്തോട് പറഞ്ഞിരുന്നു, വിശ്വാസികളോട് പറഞ്ഞിരുന്നു. ലോകരാഷ്ട്രീയത്തിലും നിർണായകമായ ഇടപെടലുകൾ നടത്തിയെന്ന തരത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യത്യസ്തനാവുകയാണ്. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവുയർത്തുന്നതിൽ പ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അഭയാർത്ഥികളോട് മുഖം തിരിക്കാനുള്ള യൂറോപ്പിൻ്റെ പ്രവണതയെ അതിരൂക്ഷമായി തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം സഭയുമായി ബന്ധപ്പെട്ട ഒരു സ്വയം വിമർശനത്തിനും പല ഘട്ടങ്ങളിലും മാർപ്പാപ്പ തയ്യാറായി എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്തു. ബാലപീഡനം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ ശക്തമായ പ്രതികരണം നടത്തി. സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിലടക്കം ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനടക്കം മുൻകൈയെടുത്തു എന്ന നിലയ്ക്കൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യത്യസ്തനാകുകയാണ്.